ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ മഹാദേവി നമ. ഇന്ന് നമ്മൾ 32ാമത്തെ അധ്യായത്തില് ഒരു പാപം ചെയ്താൽ കിട്ടുന്ന ഫലങ്ങളെയാണ് പറയുന്നത്. പാപം ചെയ്യുമല്ലോ, ആരും പാപം ചെയ്യാത്തവരായിട്ടില്ല. അവർക്ക് എന്തൊക്കെ പാപത്തിന് എന്തൊക്കെ ഫലം ഉണ്ട് എന്ന് പറയുന്നൊരു ഭാഗമാണ്, അധ്യായമാണിത്. മഹാമന്ത്രമായ മായാബീജം ഉപദേശിച്ചതിന് ശേഷം യമൻ ദുഷ്കർമ്മ വിഭാഗത്തെ പറ്റി പറയുവാൻ തുടങ്ങി. ആരോട് പറയുന്നത്? സാവിത്രിക്ക് പറഞ്ഞു കൊടുക്കുന്നത് യമധർമ്മരാജാവ്. ശുഭകർമ്മങ്ങൾ ചെയ്താൽ നരകത്തെ പ്രാപിക്കേണ്ടി വരില്ല. എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെ ചെയ്താൽ പിന്നെ നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ദുഷ്കർമ്മ വിഭാഗം ഞാൻ പറഞ്ഞു തരാം. ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായും നരകത്തിൽ പോകേണ്ടി വരും. നിന്ദ്യമായ തരത്തിൽ കഠിനമായ പാപം ചെയ്യുന്നവർ എത്തിപ്പെടുന്ന നരകത്തിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഭയങ്കരമായ നരകങ്ങൾ 86 എണ്ണമുണ്ട്. പ്രധാനപ്പെട്ട നരകങ്ങൾ കേട്ടാലും: വന്യകുണ്ഡം, തപ്തകുണ്ഡം, ക്ഷാരകുണ്ഡം, ഭയാനകം, വിട്കുണ്ഡം, മൂത്രകുണ്ഡം, ശ്ലേഷ്മകുണ്ഡം, വസാകുണ്ഡം, ശരകുണ്ഡം, ദുഷ്കുണ്ഡം, ശുക്ലകുണ്ഡം. അതിൻ്റെ ഒക്കെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അസൃക്കുകുണ്ഡം, അശ്രുകുണ്ഡം, മലകുണ്ഡം, കർണാമലകുണ്ഡം, മജ്ജാകുണ്ഡം, മാംസകുണ്ഡം, ലോമകുണ്ഡം, കേശകുണ്ഡം, അസ്ഥികുണ്ഡം, താമ്രകുണ്ഡം, പഴുത്ത ലോഹകുണ്ഡം, ചർമ്മകുണ്ഡം, ചുട്ടുനീറുന്ന സുരാകുണ്ഡം, തീഷ്ണകണ്ഠകകുണ്ഡം, വിഷനീരിന്റെ കുണ്ഡം, കൃമികുണ്ഡം, പൂയകുണ്ഡം, സർപ്പകുണ്ഡം, മശകുണ്ഡം, ദംശകുണ്ഡം. 28 തന്നെയാണ് പറയുന്ന പ്രധാനപ്പെട്ട. ഖഡ്ഗകുണ്ഡം, ഗരളകുണ്ഡം, ദംഷ്ട്രകളുടെ കുണ്ഡം, തേളിൻ കുണ്ഡം, ശരകുണ്ഡം, ശൂലകുണ്ഡം, ഗോളകുണ്ഡം, നക്രകുണ്ഡം, കാകകുണ്ഡം, മന്ധാനകുണ്ഡം, ബീജകുണ്ഡം, വജ്രകുണ്ഡം, തപ്തപാഷാണകുണ്ഡം, തീഷ്ണപാഷാണകുണ്ഡം, ലാലാകുണ്ഡം, മസീകുണ്ഡം, ചൂർണകുണ്ഡം, ചക്രകുണ്ഡം, വക്രകുണ്ഡം, കൂർമ്മകുണ്ഡം, ജ്വാലാകുണ്ഡം. ഇതൊക്കെ കേട്ടിട്ടിപ്പം സാവിത്രി ദേവിക്ക് കാര്യമുണ്ടോ? സാവിത്രി ദേവി ഒരു കുറ്റവും ചെയ്യാത്തൊരു കുട്ടിയല്ലേ? മസീകുണ്ഡം, ചൂർണകുണ്ഡം, ചക്രകുണ്ഡം, വക്രകുണ്ഡം, കൂർമ്മകുണ്ഡം, ജ്വാലാകുണ്ഡം, ഭസ്മകുണ്ഡം, ദഗ്ധകുണ്ഡം, സപ്തസൃജ്യസി പത്രങ്ങൾ, സൂചഗ്രം, ക്ഷൂരധാരം, ഗോകാമൃഗം, മുഖം, നക്രമുഖം, ഗോമുഖം, ദംശം, കുംഭീഭാഗം, കാലസൂത്രം, മത്സ്യോദം, കൃമികന്തുകം, പാംസുഭോജ്യം, പാശവേഷ്ടം, ശൂലപ്രോതം, പ്രകമ്പനം, ഉൽക്കാമുഖ, അന്ധകൂപം, വേദനം, താടനം, ജാലരന്ധ്രം, ദേഹചൂർണം, ദലനം, ശോഷണം, കഷം, ശൂർപ്പം, ജ്വാലാമുഖം, കുണ്ഡം, ധൂമാന്ധം, നാഗപേഷ്ഠൻ. ഇപ്രകാരം 86 നരകങ്ങളെ 86 നമ്മുടെ ഭാഗവതത്തില്, മറ്റേ ഭാഗവത്തിൽ 28 നരകങ്ങളെ കുറിച്ച് വർണ്ണിക്കാറുണ്ട്. ഇത് 86 നരകങ്ങളെ പറഞ്ഞു കൊടുത്തു. യമകിങ്കരന്മാർ ഇവരെ പരിപാലിക്കുന്നത്. ഭയങ്കരന്മാരായ കിങ്കരന്മാരുണ്ടല്ലോ, അവരെപ്പോഴും കയറും ഖഡ്ഗവും ഗതയും വേലും എടുത്ത് പേടിപ്പിച്ച് നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ചുവന്ന കണ്ണുകളുള്ള, ഒട്ടും ഭയമില്ലാതെ അവരെ കണ്ടാൽ തന്നെ പേടിയാവും. പാപികളായവർ ഈ യമകിങ്കരന്മാരെ കണ്ട് ഭയപ്പെടുന്നു. സ്വധർമ്മനിഷ്ഠരും ഭക്തന്മാരും ഇവർ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല. ഇപ്രകാരം നരകകുണ്ഡത്തിന്റെ പേരുകൾ ഞാൻ പറഞ്ഞു തന്നു. ആരൊക്കെ ഏതേത് കുണ്ഡത്തിൽ പതിക്കുന്നെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ സാവിത്രിക്ക് യമന്റെ ജീവനും കൊണ്ട് തിരിച്ചു കൊണ്ടെന്തോ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. ഹരിഭക്തിയുള്ളവരും വ്രതങ്ങൾ എടുക്കുന്നവനും യോഗിയും സിദ്ധനും ബ്രഹ്മജ്ഞനും നരകത്തിലെത്തില്ല. അഹങ്കാരം കൊണ്ട് ബന്ധുക്കളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്താപപ്പെടുത്തിയാൽ അവൻ വന്യകുണ്ഡത്തിൽ എത്തിച്ചേർന്ന് അനവധി കാലം യാതന അനുഭവിക്കും. വിശന്നു വരുന്ന ബ്രാഹ്മണന് ഭക്ഷണം നൽകാതെ വിടുന്നവൻ തപ്തകുണ്ഡത്തിൽ പതിക്കും. ശ്രാദ്ധം, സംക്രാന്തി, ഞായറാഴ്ച, അമാവാസി ദിനങ്ങളിൽ ചാരമിട്ട് തിളപ്പിച്ച് അലക്കിയ വസ്ത്രം മുടുക്കുന്നവൻ അതിൽ നൂലുള്ള കാലത്തോളം ക്ഷാരകുണ്ഡത്തിൽ കിടക്കേണ്ടി വരും. പിന്നീട് 7 ജന്മം രജകനായി ഭൂമിയിൽ വന്ന് ജനിക്കും. സാക്ഷാൽ മൂലപ്രകൃതിയെയും വേദശാസ്ത്ര പുരാണങ്ങളെയും നിന്ദിക്കുന്നവനും ബ്രഹ്മാദികളെ ഇകഴ്ത്തുന്നവനും ഭയാനകമെന്ന കുണ്ഡത്തിൽ പതിക്കും. കുറേ കാലം അവിടെ കിടന്ന് പിന്നീട് പാമ്പായി ജന്മമെടുക്കും. ദേവനോ ബ്രാഹ്മണനോ ആരെങ്കിലും കൊടുക്കുന്ന സാധനങ്ങൾ കട്ടെടുക്കുന്നവൻ 60,000 കൊല്ലം വിട്കുണ്ഡത്തിൽ വസിക്കേണ്ടി വരും.
മറ്റുള്ളവർ ഉണ്ടാക്കിയ തടാകങ്ങളെ തൻ്റേതാക്കുകയോ അതിനെ വൃത്തികേടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവൻ മൂത്രകുണ്ടത്തിലാണ് പതിക്കുക. എന്നിട്ടോ അവിടെ നിന്ന് മൂത്രം കുടിച്ച് അതിൽ തന്നെ വസിക്കേണ്ടി വരും. ആർക്കും കൊടുക്കാതെ ഒറ്റക്ക് ഭക്ഷണം കഴിക്കുന്നവനുണ്ടല്ലോ, അവര് ശ്ലേഷ്മകുണ്ടത്തിൽ പതിച്ച് കഫവും മറ്റും ഭക്ഷിച്ച് അതിൽ തന്നെ അനവധി കാലം കിടന്ന് യാതനകൾ അനുഭവിക്കേണ്ടി വരും. രണ്ടെണ്ണം കിട്ടിയാൽ ഒന്നും കൊടുക്കാനുള്ള സന്മനസ് ഉണ്ടാവണം എന്നർത്ഥം. ഒന്നും കൊടുക്കാതെ താൻ തന്നെ തിന്നാലും എന്ത് അങ്ങനെ തിന്നിട്ട് വേണ്ടത്? പത്നി, പുത്രൻ, ഗുരുജനങ്ങൾ, ആശ്രിതർ തുടങ്ങിയവരെ പോറ്റാതെ നടക്കുന്നവൻ ഗരകുണ്ടത്തിലാണ് പതിക്കുക. ഗരം തന്നെ ഭുജിക്കേണ്ടി വരും. അതിഥികളെ സൽക്കരിക്കാതെ അവരെ ക്രൂരമായി നോക്കുന്നവൻ തർപ്പണം ചെയ്താൽ അത് പിതൃക്കൾ സ്വീകരിക്കുകയില്ല. അവൻ ഭൂമിയിൽ വെച്ച് തന്നെ ബ്രഹ്മഹത്യാപാപം അനുഭവിച്ച് മരിച്ചു കഴിഞ്ഞാൽ ദൂഷികാകുണ്ടത്തിൽ പതിക്കും. ബ്രാഹ്മണൻ നൽകിയ വസ്തുവിന് വീണ്ടും അന്യന് കൊടുത്താൽ വസാകുണ്ടത്തിൽ പതിച്ച് അത് തന്നെ ഭുജിക്കേണ്ടി വരും. പിന്നീട് ഓന്തായിട്ടാണ് ഭൂമിയിൽ ജനിക്കുക. പുരുഷൻ സ്ത്രീയെയോ സ്ത്രീ പുരുഷനെയോ ശുക്ലപാനം ചെയ്യുകയാണെങ്കിൽ ശുക്ലകുണ്ടത്തിൽ പതിച്ച് ശുക്ലം പാനം ചെയ്ത് കിടക്കേണ്ടി വരും. ഗുരുവിനെയോ വിപ്രനെയോ ദ്രോഹിച്ച് ചോര വീഴ്ത്തുകയാണെങ്കിൽ അവൻ അസൃകകുണ്ടത്തിൽ പതിച്ച് ചോര കുടിച്ച് കാലങ്ങൾ കഴിക്കേണ്ടി വരും. ആ ചോരയിൽ തന്നെ കിടക്ക, അത് തന്നെ കുടിക്ക. ഗുരുവായൂരപ്പ. പിന്നീട് 7 ജന്മം വ്യാഘ്രമായി ഭൂമിയിൽ കഴിയേണ്ടി വരും. ഭക്തനായ ഒരുവൻ ശ്രീകൃഷ്ണ ഭക്തിഗാനം ആലപിക്കുമ്പോൾ പുച്ഛിക്കുകയാണെങ്കിൽ അവൻ നൂറ്റാണ്ടുകളോളം അശ്രുകുണ്ടത്തിൽ പതിച്ച് പിന്നീട് ചണ്ടാളനായി പിറക്കാനിട വരും. നല്ല കാര്യമായി. ഭക്തിഗാനം പാടുമ്പോൾ അത് കേട്ടുകൊടുക്കുക. അങ്ങനെ ഇല്ലെങ്കിലും പരിഹസിക്കേണ്ട ആവശ്യം തോന്നില്ലത്, അതങ്ങനെ വേണം. ബന്ധുക്കളെ മാനിക്കാതെ അവരോട് ശാഠ്യം കാട്ടുന്നവൻ മലകുണ്ടത്തിലാണ് വസിക്കാട്ടാ. പിന്നീട് 3 ജന്മം കഴുതിയായി ജനിക്കേണ്ടി വരും. ബധിരനായിട്ടുള്ള ഒരുവനെ നോക്കി നിന്ദിക്കുകയാണെങ്കിൽ അവൻ കർണവിട് കുണ്ടത്തിൽ കിടന്ന് 100 സംവത്സരം യാതന അനുഭവിക്കേണ്ടി വരും. പിന്നീട് ദരിദ്രന് പൊട്ടനുമായിട്ട് 7 ജന്മം ജനിക്കുകയും വേണം. മറ്റ് ജീവികളെ ഹിംസ ചെയ്ത് തൻ്റെ വയറ് നിറക്കുന്നവനുണ്ടല്ലോ, അയാൾ മജ്ജകുണ്ടത്തിൽ പതിച്ച് മജ്ജ ഭുജിച്ച് കഴിയേണ്ടി വരും. പിന്നീട് മുയലോ മാനുമായി 7 ജന്മം ജീവിക്കേണ്ടി വരും. വളർത്തി വലുതാക്കിയ പുത്രിയെ ധനം മോഹിച്ച് ക്രയവിക്രയം ചെയ്യുന്നവൻ മാംസകുണ്ടത്തിൽ പതിച്ച് ഒരുപാട് കാലം പെൺകുട്ടികളെല്ലാം വിൽക്കുന്ന പരിപാടിയെല്ലാം ഉണ്ടല്ലോ പൈസക്ക് വേണ്ടിയിട്ട്, അതാ അങ്ങനെയുള്ള ആൾക്ക് അനുഭവിക്കണ്ടേ. എന്താണ് ഇപ്പൊ പറയുന്നത്? ഒരുപാട് കാലം മാംസം ഭുജിച്ച് കഴിയേണ്ടി വരും. മാത്രമല്ല യമഭടന്മാരുടെ താടനം ഏൽക്കേണ്ടി വരികയും ചെയ്യും. ശ്രാദ്ധകാലത്തോ വ്രതാനുഷ്ഠാന സമയത്തോ ക്ഷൗരകർമ്മങ്ങൾ ചെയ്യുന്നവൻ ഒരു കർമ്മങ്ങൾക്കും അർഹനല്ലാതെ നഖകുണ്ടത്തിൽ പതിച്ച് നഖങ്ങൾ ഭുജിക്കേണ്ടി വരും. അത് ഇക്കൂല. പൂജ ചെയ്യുന്നവന് ഉപയോഗിക്കുന്ന ദ്രവ്യത്തിൽ തലനാരിഴകൾ പെട്ടാൽ അവൻ കേശകുണ്ടത്തിൽ പതിക്കാനിടയാകും. പിന്നീടെന്താവും? ശിവന്റെ കോപത്താൽ യവനനായി പിറന്ന് പിന്നീട് രാക്ഷസനായി തീരും. പുണ്യതീർത്ഥങ്ങളിൽ ചെന്ന് പിതൃക്കൾക്ക് ശ്രാദ്ധമുട്ടാത്തവൻ അനവധി ജന്മം അസ്ഥികുണ്ടത്തിൽ വസിക്കാനിടവരും. അറിവില്ലായ്മ കൊണ്ട് ഗർഭകാലത്ത് ഭാര്യയോടൊത്ത് രമിക്കുന്നവൻ താമ്രകുണ്ടത്തിൽ പതിച്ച് 100 വർഷം അവിടെ തന്നെ കഴിയേണ്ടി വരും. ഭർത്താവും സന്താനങ്ങളും ഇല്ലാത്ത ഒരുവൾ തരുന്ന ഭക്ഷണം കഴിക്കുന്നവൻ ലോഹകുണ്ടത്തിൽ പതിക്കും. ഏതെങ്കിലും ഒന്ന് വേണം. ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വിട്ടിട്ട് വീട്ടിലെങ്കിലോ കുട്ടികൾ വേണം, അല്ലെങ്കിൽ കുട്ടികളില്ലെങ്കിൽ ഭർത്താവ് വേണം. ഏതെങ്കിലും ഒന്നില്ലാത്ത ഒരു സ്ത്രീ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അശുദ്ധമായ കൈകൊണ്ട് ദേവന്മാരുടെ ദ്രവം തൊടുന്നവൻ ചർമ്മകുണ്ടത്തിൽ പതിച്ച് നരകയാതന അനുഭവിക്കേണ്ടി വരും. സ്വന്തം യജമാനനെ ക്രൂരമായ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നവൻ തീഷ്ണ കണ്ടക കുണ്ടത്തിൽ പതിക്കും. ശൂദ്രന്റെ ഭക്ഷണം സ്വീകരിച്ച് അവന്റെ ഗൃഹത്തിൽ പോയി ഭക്ഷണം കഴിക്കുന്നവൻ സുരാകുണ്ടത്തിലാണ് അനവധി കാലം കഴിയേണ്ടി വരിക. അന്യന്മാരെ വിഷം കൊടുത്തു കൊല്ലുന്നവൻ വിഷകുണ്ടത്തിൽ തന്നെ പതിച്ചോളും. എന്നിട്ട് സഹസ്രാബ്ദം വിഷം ഭുജിച്ച് കുഷ്ഠരോഗിയായി ജീവിതം കഴിക്കേണ്ടി വരും. കേൾക്കുന്നില്ല? വളരെ വളരെ സുഖകരമായ കാര്യങ്ങളാണ് പറയുന്നത്. ഈ പുണ്യഭൂമിയായ ഭാരതത്തിൽ കന്നുകാലികളെ ദ്രോഹിക്കുന്നവനും ഭൃത്യരെ കൊണ്ട് താടനം ഏൽപ്പിക്കുകയും ചെയ്യുന്നവൻ തിളക്കുന്ന എണ്ണയുള്ള തൈലകുണ്ടത്തിൽ പതിക്കും. ഒരുപാട് പാത്രം ഇപ്പം തൈലം തിളപ്പിക്കാൻ അവിടെ വേണ്ടി വരും. ആരാ ഇതൊക്കെ ചെയ്യാത്തത്? 4 യുഗം അവിടെ തന്നെ കഴിയേണ്ടിയും വരും. കുന്തം കൊണ്ട് ഒരാളെ കുത്തിക്കൊല്ലുകയാണെങ്കിൽ അവൻ കുന്തകുണ്ടത്തിൽ പതിച്ച് അനവധി കാലം ഉദരരോഗിയായി കഴിയേണ്ടി വരും. പിന്നീടോ മാംസം മോഹിച്ചൊരു വിപ്രൻ മാംസം ഭുജിക്കുകയാണെങ്കിലും
വിഷ്ണുവിന് നിവേദിക്കാതെ ഭക്ഷണം ഭുജിക്കുകയാണെങ്കിലും അവൻ കൃമികുണ്ഡത്തിൽ അനവധി കാലം കഴിയേണ്ടി വരും. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നീട് അവൻ മ്ലേച്ഛനായി ഭവിക്കും. ശൂദ്രന്റെ ശ്രാദ്ധമുണ്ണുന്നവനും ശൂദ്രന്റെ യാഗം നടത്തുന്നവനും ശൂദ്രനെ ദഹിപ്പിക്കുന്നവനും പൂയകുണ്ഡത്തിൽ വസിക്കാനിടയാകും. കൃഷ്ണസർപ്പത്തെയും പത്മസർപ്പത്തെയും കൊല്ലുന്നവൻ സർപ്പകുണ്ഡത്തിലാണ് കാലം കഴിക്കേണ്ടി വരിക. അതിൽ കിടന്ന് സർപ്പതും പാമ്പുകൾ കടിച്ച് 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 സർപ്പങ്ങളെ ഭക്ഷണാക്കി അവരെന്നെ തിന്നിയും വേണം, അവരെ കടിയും കൊള്ളണം. യമഭടന്മാരുടെ താടനവുമേറ്റ് കിടക്കേണ്ടി വരും. ക്ഷുദ്രജന്തുക്കളെ കൊല്ലുന്നവനാണെങ്കിലോ സംദംശകം എന്ന കുണ്ടത്തിൽ പതിക്കും. അവിടെ കിടന്ന് കൊതുകടിയേറ്റ് നരകയാതന അനുഭവിക്കേണ്ടി വരും. ഒടുവിൽ എന്താവും? മ്ലേച്ഛനായും അംഗഹീനനായും ജനിക്കേണ്ടി വരും. തേനീച്ചയെ കൊന്ന് തേനെടുക്കുന്നവൻ ഗരകുണ്ടത്തിലാണ് പതിച്ച് കടന്നൽ കുത്തേറ്റ് അസഹനീയമായ വേദന സഹിക്കേണ്ടി വരും. ബ്രഹ്മജ്ഞരെയും മദണ്ഡ്യരെയും ദ്രോഹിക്കുന്നവൻ വജ്രദംഷ്ട്രകുണ്ടത്തിൽ പതിക്കും. ധനമോഹത്താൽ പ്രജകളെ കഷ്ടപ്പെടുത്തുന്ന രാജാവ് തേളിൻ കുണ്ടത്തിലാണ് പതിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി തുണി അലക്കി കൊടുക്കുന്ന ബ്രാഹ്മണനും ശസ്ത്രം എടുക്കുന്ന ദ്വിജനും സന്ധ്യാവന്ദനം ചെയ്യാത്തവനും വിഷ്ണുഭക്തി ഇല്ലാത്തവനും ശരാതി കുണ്ടങ്ങളിൽ പതിക്കും. സ്വന്തം ദോഷം കാരണം പ്രജകളെ കല്ലറയിലിടുന്ന നൃപൻ ഗോളകുണ്ടത്തിലാണ് പതിക്കുക. അവിടെ എന്താ? ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കളെ കൊല്ലുന്നവൻ നക്രകുണ്ടത്തിലാണ് പതിക്കേണ്ടി വരിക. പരസ്ത്രീകളെ കാമിക്കുന്നവൻ കാകകുണ്ടത്തിലാണ് പതിക്കുക. ഇന്നിപ്പോ അതേയുള്ള കാകകുണ്ടെല്ലാം വലുത് വലുതാക്കി വെച്ചിട്ടുണ്ടാവും നരകത്തിൽ. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അങ്ങനെയാണ്. ദേവന്മാരുടെയും വിപ്രന്മാരുടെയും സ്വർണം കട്ടെടുക്കുന്നവൻ മന്ധാനുകുണ്ടങ്ങളിലാണ് പതിക്കുക. ലോഹങ്ങൾ അപഹരിക്കുന്നവൻ ബീജകുണ്ടത്തിൽ പതിക്കും. പിന്നീട് ബീജഭോജിയായി കാലം കഴിക്കേണ്ടി വരും. ദേവന്മാരുടെ ദ്രവ്യം കട്ടെടുക്കുന്നവൻ വജ്രകുണ്ടശാൽമലിയിലാണ് പതിക്കുക. വിപ്രന്റെ ദ്രവ്യം മോഷ്ടിക്കുന്നവൻ തപ്തപാഷാണ കുണ്ടത്തിലാണ് വസിക്കേണ്ടി വരിക. പിന്നീട് വെള്ളാമയായും കുഷ്ഠരോഗിയായും ജന്മമെടുക്കേണ്ടിയും വരും. ദേവന്മാരുടെയും ബ്രാഹ്മണരുടെയും പാത്രങ്ങളെ അപഹരിക്കുന്നവൻ തീഷ്ണപാഷാണ കുണ്ടത്തിൽ കിടന്ന് നരകയാതന അനുഭവിക്കേണ്ടി വരും. വേശ്യയിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുകയും വേശ്യാഭൃത്യനും ഉമിനീർ മാത്രം ഇറക്കി ലാലാകുണ്ടത്തിൽ കിടക്കും. മ്ലേച്ഛരെയും മഷിജീവികളെയും സേവിക്കുന്ന ബ്രാഹ്മണൻ മഷികുണ്ടത്തിൽ പതിച്ച് മഷി തന്നെ അന്നമായി ഭുജിക്കേണ്ടി വരും. ദേവസ്വവും ബ്രഹ്മസ്വവും അപഹരിക്കുന്നവൻ ചൂർണകുണ്ടത്തിൽ പതിച്ച് യമകിങ്കന്മാരുടെ താടനമേൽക്കേണ്ടി വരും. ആരെങ്കിലും ബ്രഹ്മസ്വധനം അപഹരിച്ച് പൂജ നടത്തുകയാണെങ്കിൽ അവൻ ചക്രകുണ്ടത്തിൽ പതിച്ച് മഹാവ്യാധിയോടുകൂടി ചക്കാല ജന്മം എടുക്കേണ്ടി വരും. ചക്കാല ജന്മം. ബ്രാഹ്മണരുടെ പശുക്കളുടെയും ധനത്തെയും അപഹരിക്കുന്നവൻ വക്രതുണ്ടത്തിലാണ് പതിക്കുക. എന്തൊക്കെയാണ് കുട്ടി നിനക്ക് ഞാൻ പറഞ്ഞു തന്നത്? നിഷിദ്ധമായ പന്നിമാംസം ഭുജിക്കുന്നവൻ കൂർമ്മകുണ്ടത്തിൽ പതിച്ച് ആണ്ടുകളോളം അവിടെ കിടന്ന് നരകയാതന അനുഭവിക്കേണ്ടി വരും. ദേവന്മാരുടെയും ബ്രാഹ്മണന്മാരുടെയും നെയ്യ്, എണ്ണ എന്നിവ കട്ടെടുക്കുന്നവൻ ജ്വാലാകുണ്ടം, ഭസ്മകുണ്ടം എന്നീ നരകങ്ങളിൽ പതിക്കും. പിന്നീട് തിളച്ച എണ്ണയിൽ വറുത്തെടുക്കും ഈ ജന്തുവിനെ. ദേവന്മാരുടെയും ബ്രാഹ്മണരുടെയും തൈലദ്രവ്യങ്ങൾ തുടങ്ങിയ മോഷ്ടിക്കുന്നവൻ ദഗ്ധകുണ്ടത്തിലാണ് വീഴുക. അവിടുന്ന് പൊള്ളലേറ്റ് വേദന അനുഭവിക്കേണ്ടി വരും. മറ്റുള്ളവരുടെ ഭൂമിയോ മറ്റും ചതിച്ച് കൈക്കലാക്കുന്നവനെ തപ്തസൂചിയിൽ പതിപ്പിച്ച് നരകയാതന അനുഭവിച്ച് തിളച്ച എണ്ണയിൽ വറുത്തെടുക്കും. ഇങ്ങനെയാണ് പാപനിർണയം എന്ന 33-ാം അധ്യായം ഭഗവത്പാദങ്ങളെ നമ്മൾ സമർപ്പിച്ചത്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ ഇനി കഴിഞ്ഞിട്ടില്ല. നരകങ്ങളും കഴിഞ്ഞിട്ടില്ല, അവയിലേക്ക് നയിക്കുന്ന കർമ്മങ്ങളും കഴിഞ്ഞിട്ടില്ല. കുറേയുണ്ട്. അതൊക്കെ നമുക്ക് നാളെ സൗകര്യം പോലെ പറയാം. ഈ സാവിത്രി ദേവിക്ക് എന്തിനാ ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യം? ഭർത്താവിന്റെ ജീവൻ കിട്ടിയ ഉടനെ പോവുകയല്ലേ. സത്യവാൻ സാവിത്രിയുടെ അങ്ങനെയുള്ള കഥയിൽ അങ്ങനെയാണ്. ജീവൻ കിട്ടിയ ഉടനെ ഓടി പോകുമ്പോഴേക്ക് അദ്ദേഹം അനങ്ങുന്നുണ്ട്. ജീവൻ കിട്ടിയിട്ട് അനങ്ങുന്നപ്പോ വേഗം എഴുന്നേൽപ്പിച്ചു. ഇത് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോ പറയുകയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൂടെ തന്നെ വന്നത് ആര്യപുത്ര എന്ന് പറഞ്ഞു. പിന്നീട് അവർ വളരെ കാട്ടിൽ നിന്ന് വിറകൊക്കെ എടുത്ത് പോകുമ്പോഴത്തേക്ക് അച്ഛന് കണ്ണിന് കാഴ്ച കിട്ടി. മറ്റേ സാവിത്രിയുടെ അച്ഛന് 100 പുത്രന്മാരുണ്ടാവണമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെയൊക്കെ വളരെ 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 സുഖ സൗകര്യങ്ങളോടുകൂടി രാജകീയമായിട്ട് തന്നെ അവർ രണ്ടുപേരും വളരെ കാലം ജീവിച്ചു എന്ന് പറയുന്നൊരു കഥയാണ്
സത്യവാൻ സാവിത്രിയുടെ കഥ. അതാണ് പാതിവ്രത്യത്തിന്റെ ശക്തി. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.